ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻഫോ പാക്കിലും അതുപോലെ തന്നെ ടെക്നോ പാക്കിൽ വന്നിരിക്കുന്ന കുറച്ച് ജോലികളുടെ ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠനം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു IT ജോബൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അതിലോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് കാണാം. അതിന് മുൻപേ തന്നെ ഇതുപോലത്തെ ഫുൾ ടൈം ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് കൊച്ചിയിൽ ഇൻഫോ പാക്കിൽ വന്നിരിക്കുന്ന റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വേക്കൻസിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ വേക്കൻസി വന്നിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവയിലേക്കുള്ള പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് വേണം. 3 to 5 years ആണ് ഇവർ എക്സ്പീരിയൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അറിവുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. സബ്ജക്റ്റ് വെക്കുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ എന്നും വന്നിട്ട് വേണം വെക്കാനായിട്ട്. അതിനുശേഷം റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പോസ്റ്റ് വന്നിട്ട് ജൂനിയർ ക്വാളിറ്റി അനലിസ്റ്റിൻ്റെ പോസ്റ്റാണ്. അത് ഫ്രഷർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതറിയാവുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ CV, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള CV അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒഴിവുകൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്കുള്ള ഒഴിവുകളാണ്. ഇതിൻ്റെ അകത്ത് 4 പോസ്റ്റുകളാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ജോബ്സ് ആണ്. അതിലൊന്നാമത്തെ വേർഡ്പ്രസ് ഡെവലപ്പറുടെ ജോബാണ്. അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് മിനിമം 1 വർഷം കൊടുത്തിട്ടുണ്ട്. 1-2 വർഷമുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കില്ലും മറ്റുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CV വിത്ത് ഫോട്ടോ ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആപ്റ്റാന്ന് തോന്നുവാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പോസ്റ്റ് വന്നിട്ട് ഗ്രാഫിക് ഡിസൈനറുടെ പോസ്റ്റാണ്. കുറഞ്ഞത് 3 കൊല്ലെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തവരായിരിക്കണം. അവർക്കൊക്കെ ആ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ഫ്രഷർ ജോബാണ്. പൈത്തൺ ഡെവലപ്പറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. പൈത്തൺ അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രഷർ ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ അറിവുണ്ടായിരിക്കണം എന്ന് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് May 6th ആണ്. മെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതിലോട്ട് നിങ്ങളുടെ CV വിത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ആ കാണുന്ന ആപ്ലിക്കേഷൻ പോസ്റ്റിൻ്റെ ആ ഒരു പേരുണ്ടല്ലോ അത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നാലാമത്തെ പോസ്റ്റ് വന്നിട്ട് ഫ്ലട്ടർ ഡെവലപ്പറുടെ പോസ്റ്റാണ്. എക്സ്പീരിയൻസ് വന്നിട്ട് 2 കൊല്ലെങ്കിലും വർക്ക് ചെയ്തവരായിരിക്കണം ഈ ഒരു ഫീൽഡിൽ. അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID-യും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 സ്ഥലത്തും വന്നിരിക്കുന്ന വേക്കൻസീസ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനും വളരെ സിമ്പിളാണ്. CV മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇതുപോലത്തെ മറ്റുള്ള ജോബിൻ്റെ വാക്കൻസീസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.